മിഡിൽ ഈസ്റ്റിൽ സംഘർഷം മൂർച്ഛിച്ചു നിൽക്കുമ്പോൾ സന്ധി സംഭാഷണവും വെടിനിർത്തലും നിലവിൽ വരുന്നു. പിന്നീട് ചെറിയൊരു ശാന്തതയുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴാ ഹൂതികൾ ഇസ്രയേലിന്റെ പവർ പ്ലാന്റും സംഭരണശാലയും ആക്രമിച്ച് ശക്തി കാണിച്ചിരിക്കുകയാണ്. അതിന് തിരിച്ചടി ഇസ്രയേലും നൽകി. അതിനിടയിൽ ഇറാനും അവരുടെ ശക്തി കാണിച്ചിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ആദ്യം മുതൽ തന്നെ ഹമാസിന് പിന്തുണയുമായി തങ്ങളുടെ ശക്തി കാണിച്ച് രംഗത്തെത്തിയത് ഇറാനായിരുന്നു. ഇറാൻ ഒന്നുകൂടി അവരുടെ മിസൈൽ ഡ്രോൺ ശക്തി തെളിയിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് രാജ്യത്ത് ഉടനീളമുള്ള ഭൂഗർഭ മിസൈലുകളും ഡ്രോൺ കോംപ്ലക്സുകളും അനാച്ഛാദനം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ ഇസ്രയേലിന് വലിയ പണിയാണ് ഇനി കിട്ടാൻ പോവുകയെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോഴിതാ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിന്റെ കമാൻഡർ ജനറൽ ഹൊസൈൻ സലാമി ഭൂഗർഭ അറയിലെ മിസൈൽ സംഭരണശാല സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പുറത്തുവന്ന ദൃശ്യങ്ങൾ സലാമി സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും കാണാം. ഈ രാജ്യത്തിന്റെ വിദൂരതയിലുള്ള പല കോണുകളിലും ദിനംപ്രതി മിസൈലുകളും മറ്റും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ഈ നീക്കം ആഗോള സംഘർഷങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. മിസൈലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ അറയുടെ അനാച്ഛാദനത്തിന് പുറകെ പുതിയ മിസൈലുകളുടെ നിർമ്മാണം തങ്ങൾ ആരംഭിക്കാൻ പോകുകയാണെന്നും ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. ഉറങ്ങാത്ത അഗ്നിപർവ്വതമെന്നാണ് അവർ ഈ ഭൂഗർഭ കേന്ദ്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അജ്ഞാതമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അറയിൽ വലിയ അളവിൽ ആയുധങ്ങൾ ശേഖരിക്കാനും രഹസ്യമായി അവ പ്രയോഗിക്കുന്നതിനുമുള്ള സംവിധാനം ഇവർക്കുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ടെഹ്റാനിലും പടിഞ്ഞാറൻ ഇറാനിലുമുള്ള മിസൈൽ ഫാക്ടറികൾ വ്യോമാക്രമണത്തിലൂടെ ഇസ്രയേൽ തകർക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആക്രമണത്തിൽ കാര്യമായ നഷ്ടമൊന്നും സംഭവിച്ചില്ല എന്ന നിലപാടായിരുന്നു ഇറാന്റേത്. ഇറാന്റെ നിലപാടായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതിന് പിന്നിലെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മോക്ക് ഡ്രില്ലുകളും ആയുധങ്ങളുടെ പരീക്ഷണ ലോഞ്ചിങ്ങും ഇറാൻ ഈ മാസം നടത്തുമെന്നും ജനറൽ അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഭൂഗർഭാറയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ സൈനിക സൗകര്യങ്ങൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെ ഇസ്രയേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. ഇറാനിയൻ സൈനികരെ കൊല്ലുകയും ഇറാന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്താനും ഇസ്രയേൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെല്ലുവിളികൾക്കിടയിലും ഇറാൻ 10 മടങ്ങ് ശക്തിയിലാണ്ട് നെതന്യാഹുവിനെതിരെ പടയൊരുക്കുന്നുണ്ട്. ഇറാന്റെ ഈ സൈനിക ശക്തി പ്രകടനങ്ങളിൽ ഇസ്രയേൽ ഇനി ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാവും. ഇറാൻ വികസിപ്പിച്ച 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഡെറ്റ്സ്ഫുൾ പോലുള്ള നൂതന മിസൈലുകളും ഷാഹേദ് 136 പോലുള്ള ഡ്രോണുകളും പ്രതിരോധ മേഖലയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നവയാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വീഡിയോ റിലീസ് ചെയ്തിരിക്കുന്നത്. അരാജകത്വത്തിനിടയിൽ ജനുവരി 20-ന് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക. ഇറാന്റെ സൈനിക ആയുധ ശേഖരം കൂടുതൽ പുരോഗതി കൈവരിച്ചിട്ടുമുണ്ട്. 120 കിലോമീറ്റർ ദൂരമുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ ഫത്ത 360, 2019 പുറത്തിറക്കിയ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഡെസ്ഫുൾ 1000 കിലോമീറ്ററിലധികം ദൂരമുള്ള വസ്തുക്കളെ തകർക്കാൻ ശേഷിയുള്ളതാണ്. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് ഇറാന്റെ ഡ്രോൺ ഫ്ലീറ്റും. അതിൽ കാമിക്കേസ് ഷാഹേദ് 136ന്റെ നവീകരിച്ച പതിപ്പായ ഷാഹേദ് 136ഉം ബിയും ദീർഘദൂര ബോംബിംഗ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ജെറ്റ് പവർ ഡ്രോണുകളും കരാറിൽ ഉൾപ്പെടുന്നു. ഈ ആയുധ സമ്പത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഭൂഗർഭ അറകളാണ് ഡ്രോൺ നഗരങ്ങൾ. 500 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ അറയിൽ വ്യോമാക്രമണങ്ങളിൽ നിന്നും ആയുധങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ സിംഗ് മൊബൈൽ ലോഞ്ചറുകൾ, വെടിമരുന്ന് ശേഖരം, മറ്റ് സെൻസിറ്റീവ് ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിച്ചിട്ടുമുണ്ട്. ആക്രമണങ്ങൾ ഉണ്ടായാൽ ദ്രുതഗതിയിൽ ആയുധ വിന്യാസം നടത്തുന്നതിനും സംവിധാനവും ഇവയിലുണ്ട്. സൈനിക യൂണിറ്റുകൾക്കിടയിൽ ആശയവിനിമയവും ഏകോപനവും സുഗമമാക്കുന്ന ഭൂഗർഭ കമാൻഡ് സെന്ററുകളായി പ്രവർത്തിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും. എതിരാളികളുടെ സൈനിക ആയുധ കേന്ദ്രങ്ങൾ തകർക്കാൻ അവരെ ദുർബലമാക്കുന്ന യുദ്ധതന്ത്രമാണ് ഇസ്രയേൽ തുടർന്നു വരുന്നത്. ഭൂഗർഭ സൗകര്യങ്ങൾ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനാൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ സൈറ്റുകൾ ടാർഗറ്റ് ചെയ്യാനുള്ള ഇസ്രയേലിന് അത്ര പെട്ടെന്ന് കഴിഞ്ഞേക്കില്ല. ഭൂഗർഭ സൗകര്യങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് കൃത്യമായ രഹസ്യ അന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഇസ്രയേലിന്റെ വഴി മുടക്കും. ഫലപ്രദമായ സൈനിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഇസ്രയേലിന് കഴിയാതെ വരും. ഇതെല്ലാം ഇറാൻ അവരുടെ യുദ്ധത്തിനുള്ള പടയൊരുക്കമാണ് എന്നതിന് സംശയമില്ല.